ദില്ലി IAS അക്കാദമിയിലെ ബേസ്മെന്റിലേക്ക് വെള്ളം കയറി 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ദില്ലിയിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. അവിടെ ഡ്രെയിനേജ് ബ്ലോക്കായിട്ട് പോലും അവിടെയുള്ള അധികൃതർ അതിന് വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുന്നത്. സിബി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിബി, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് ശക്തമായ പ്രതിഷേധം തന്നെയാണ്. 3 പേരാണ് ഈ ഒരു സംഭവത്തിൽ മരിക്കുകയുണ്ടായത്. അതിൽ ഒരാൾ മലയാളി വിദ്യാർത്ഥിയാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധമെന്നത് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് അവിടെ ഇത്തരത്തിൽ ഡ്രെയിനേജ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി അല്ല നടക്കുന്നതെന്ന് അറിയിച്ചിട്ട് പോലും അതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അത്തരത്തിൽ ഒരു വലിയ അനാസ്ഥ തന്നെയല്ലേ ഇത്തരത്തിൽ 3 കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്? കാവ്യ, എന്തായാലും നമ്മളോട് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ഭാരവാഹികൾ നമ്മളൊപ്പം ഉണ്ട്. അതിന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ളത്? ഇവിടെ നമ്മൾ വൈകിയാണ് അറിഞ്ഞത്. ഇപ്പോൾ രാവിലെ നമ്മൾ മരിച്ചവരിൽ ഒരു മലയാളി വിദ്യാർത്ഥി ഉണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണുള്ളത്. ഇവിടെ മലയാളി പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ അവർ പറയുന്നില്ലെന്നുള്ളതാണ്. നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായും ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം രാജേന്ദ്ര നഗർ പോലുള്ളൊരു സ്ഥലത്ത് ഇത്രയും സിവിൽ സർവീസിന് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ബേസ്മെൻറ്റുകളാണ് കൂടുതലും ലൈബ്രറികൾ വർക്ക് ചെയ്തത്. പര്യാപ്തമല്ല. പലയിടത്തും എമർജൻസി ഡോർ പോലും ഇല്ലാതെ ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണ്ടപ്പെട്ടവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പേര് ടോണി കണ്ണം. ഓക്കെ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ ഓൾറെഡി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമാണ്. ഇന്നലെ ബേസ്മെന്റിൽ വെള്ളം ഡ്രൈനേജിൽ നിന്ന് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ താഴത്തെ ഫ്ലോർ ആയതുകൊണ്ട് ഈ പുറത്തേക്കുള്ള ലൈറ്റുകൾ കാണാൻ പറ്റില്ല. പിന്നെ AC ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഡോറുകൾ മൊത്തം അടച്ചിട്ടേക്കായിരിക്കും ഫുൾ ടൈം. അപ്പോൾ പെട്ടെന്നുള്ളൊരു വെള്ളം വന്ന കാരണം കൊണ്ട് പിള്ളേർ പാനിക്കായിട്ടുണ്ടാവാനാണ് ചാൻസ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി. ഈ മരിച്ചവരൊരു മലയാളി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണോ അതോ എങ്ങനെയാണ്? ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. നവീൻ എന്ന് പറഞ്ഞൊരു പയ്യണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ നവീനെ നിങ്ങൾ അറിയുന്ന ആൾക്കാർ? ഇല്ല, അറിയില്ല. എത്ര പേര് ഇവിടെ പഠിക്കുന്നുണ്ട്? ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്, ഏരിയ ഫുള്ളായിട്ടുണ്ട്. ഈ ബേസ്മെന്റ് ശരിക്കും ലൈബ്രറി ആണോ? എന്താണ് ആ ബേസ്മെന്റ് ലൈബ്രറി അല്ല, ഇത് സ്റ്റഡി കോർണറാണ്. അപ്പോൾ ഇവിടെ ബേസ്മെന്റ് ഫുള്ളും ഇതുപോലെ സ്റ്റഡി കോർണറായിട്ട് ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. തീരെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഓൾറെഡി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു എമർജൻസി എക്സിസ്റ്റ് ഇല്ല. ആകെ കൂടി ഉള്ളത് ഒറ്റ കയറാൻ മാത്രമുള്ള ഒരു എൻട്രൻസ് മാത്രം ആണ് ഇവിടെ പണിതിട്ടേക്കണം. അപ്പോൾ ഇന്നലെ വെള്ളം പെട്ടെന്ന് വന്നപ്പോൾ ആ പിള്ളേർ ആകെ കൂടി പാനിക്കായി പുറത്തേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ 3 പേര് പെട്ടു എന്നാണ് പറഞ്ഞത്. ഇന്നലെ 7 മണി തൊട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ ആ സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ ഇവിടെ ഒരു ലൈബ്രറിയിൽ ഓൾറെഡി വർക്ക് ചെയ്യണ കുട്ടിയായിരുന്നു. അപ്പം ഇന്നലെ ഒരു 7-7:30 ഇപ്പോൾ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ റോട്ടിൽ മാത്രമായിട്ട് മുട്ടിനത്ര വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അവർ വന്നിട്ട് പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ കുറേ തുടർച്ചയായിട്ട് മഴയുണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളക്കരി ഉണ്ടായിരുന്നു. 4 ഡേയ്സ് മുന്നായിരുന്നു ഇവിടെ അടുത്തുള്ള പട്ടേൽ നഗറിൽ ഒരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയും UPSCക്ക് പഠിക്കുന്ന അതേ വിദ്യാർത്ഥി തന്നെയാണ്. ഗേറ്റ് അവൻ വന്നത് കടയിലേക്ക് പോയിട്ട് തിരിച്ച് റൂമിലേക്ക് പോണ വഴിയിൽ ഗേറ്റിൽ വെച്ചിട്ട് റോട്ടിലുള്ള വെള്ളത്തിൽ ഇലക്ട്രിക് കമ്പി വീണിട്ട് അതിൽ നിന്ന് ഷോക്ക് ആയിട്ടാണ് മരിച്ചത്. ഇവിടെ ഇത് ഒത്തിരി കൂടി വരുന്നുണ്ട്. പിള്ളേരുകളെല്ലാവരും മരിച്ചു. ഇന്ദ്രജിത്ത്. ഓക്കെ, എന്തായാലും മറ്റൊരു വിദ്യാർത്ഥി കൂടി ഉണ്ട്. അതിന്റെ പേരെങ്ങനെയാ? സൂര്യനാരായണ. എവിടെയാ വീട്? നാട്ടിൽ കൊല്ലം 5. ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു. എനിക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ് ഉള്ളൂ. പക്ഷേ ഇത് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ബാച്ചിലാണ് ഇത് നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈവനിങ് ബാച്ചിൽ കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അവരിപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ പോയിരുന്ന അവർ സ്റ്റഡി ചെയ്യുന്ന ടൈപ്പിലാണ് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. 150 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറവായിരിക്കും ആൾക്കാർ വന്നത്. അത് എന്തായാലും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇവിടെയുള്ള
വിദ്യാർത്ഥികളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് മാധ്യമവുമായി സംസാരിക്കേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്ന വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി ഒന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സ്വാഭാവികമായി പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു സേഫ്റ്റി ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബേസ്മെൻറ്റിലേക്ക് ഇത്തരത്തിൽ വെള്ളം പെട്ടെന്ന് കയറിയപ്പോൾ ഈ ഒരു വലിയ അപകടത്തിന് കാരണമായതും അത് തന്നെയാണ്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് ദില്ലി സർക്കാർ എല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും 3 വിദ്യാർത്ഥികൾ ദാരുണമായി ഈ ഒരു സംഭവത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ്. ആ ഒരു നടങ്ങിൽ തന്നെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയുള്ളത്. വലിയ പ്രതിഷേധം ഇപ്പോഴും മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം ഇപ്പോഴും ഇവിടെ ഉണ്ട്.